വടകരയിലെ പൊതു ഓവുചാലിലേക്ക് മലിനജലം ഒഴുക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്താനായി എഞ്ചിനീയറിംഗ് വിഭാഗത്തെയും കൂട്ടി വടകര നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന. സ്ലാബുകൾ നീക്കി പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായി ഇത് മനസ്സിലാവുകയുള്ളൂ. ഒരാളുകളുടെ സാധനം കൊണ്ടിട്ടില്ല. ഇതാണെന്ന് പൊളിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൊളിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പരിശോധനയും നടപടിയും തുടരുകയാണ്. ദേശീയപാത പ്രവൃത്തിക്കായി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കുഴിയെടുത്തപ്പോഴാണ് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഒഴുകിയെത്തുന്നതായി കണ്ടത്. ഇതോടെ 2 ആഴ്ചയോളമായി പ്രവൃത്തി നിലച്ചിരിക്കുകയാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചാൽ മാത്രമേ പ്രവൃത്തി തുടരാൻ സാധിക്കുകയുള്ളൂ. നഗരസഭാ ആരോഗ്യ വിഭാഗം, നഗരസഭാ ചെയർമാൻ പി കെ ശശി, വൈസ് ചെയർമാൻ ഷൈനി, ദേശീയപാത വിഭാഗം ഉദ്യോഗസ്ഥർ, നഗരസഭാ സെക്രട്ടറി, എഞ്ചിനീയറിംഗ് വിഭാഗം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെ പുതിയ സ്റ്റാൻഡ് പരിസരത്തെത്തി കാര്യങ്ങൾ പരിശോധിച്ചു. നീക്കേണ്ട സ്ലാബുകൾ സംബന്ധിച്ചും ചർച്ച ചെയ്തു. നിലവിൽ ദേശീയപാതയ്ക്കടുത്ത കുഴിയിൽ കെട്ടിനിൽക്കുന്ന മുഴുവൻ വെള്ളവും നീക്കി പ്രവൃത്തി തുടരാൻ ആവശ്യമായ നടപടികൾ ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. 2 ദിവസമായി വടകര നഗരസഭ കരിമനത്തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കിവിടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ നടത്തി വരികയാണ്. ഈ പരിശോധനകളുടെ ഭാഗമായി തന്നെ ഇന്ന് നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നഗരസഭയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഡ്രെയിനേജ് സൗകര്യം, അതിനകത്തുള്ള മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ പറ്റി പരിശോധിക്കുന്നതിനും ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് ആവശ്യമായ പദ്ധതി ഉടൻ തന്നെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന ഇന്നിവിടെ നടന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഹൈവേയായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായി അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളം പൂർണ്ണമായും നീക്കം ചെയ്യുന്ന കാര്യങ്ങൾ കൂടി ഇന്ന് ചെയ്യുന്നതാണ്. ഇന്നലത്തെ പരിശോധനയുടെ ഭാഗമായി നിയമലംഘനം നടത്തിയ 5 സ്ഥാപനങ്ങൾക്കും മാലിന്യം ഒഴുക്കിവിട്ട 2 സ്ഥാപനങ്ങൾക്കും 50,000 രൂപ പിഴ ചുമത്തി നോട്ടീസ് നൽകിയിട്ടുണ്ട്. കൂടാതെ അനധികൃതമായി അനധികൃതമായ ആളുകളെ താമസിച്ച സ്ഥാപനത്തിനെതിരെയും നോട്ടീസ് നൽകിയിട്ടുണ്ട്. മതിയായ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ലാണ്ട് പ്രവർത്തിച്ച ഹോട്ടലിനെതിരെയും നോട്ടീസ് നൽകിയിട്ടുള്ളതാണ്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.